ഹൈറേഞ്ച് വികസന ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒന്നാണ് പഴയ ആലുവ മൂന്നാർ രാജപാത. 1878 തിരുവിതാംകൂർ മഹാരാജാവ് ആയില്യം തിരുനാളിന്റെ ഉത്തരവ് പ്രകാരം നിർമ്മിക്കപ്പെട്ട ഒരു കാലത്ത് മലനാടിനെയും സമതലത്തെയും ബന്ധിപ്പിച്ചിരുന്ന ഈ പ്രധാന പാത ഇന്ന് വനംവകുപ്പിന്റെ അനാവശ്യ നിയന്ത്രണങ്ങൾ മൂലം കാടുപിടിച്ചു കിടക്കുകയാണ്. 10,000-കണക്കിന് സാധാരണക്കാരുടെ യാത്രാവകാശത്തെയും ഒരു നാടിന്റെ വികസന സാധ്യതകളെയും മുക്കിക്കൊല്ലുന്ന വനംവകുപ്പിന്റെയും സർക്കാരിന്റെയും നടപടി തികച്ചും പ്രതിഷേധാർഹമാണ്. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു വികസനത്തിന് തുരങ്കം വെക്കുന്ന വനംവകുപ്പിന്റെ പിടിവാശി. ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ ഡാനിയൽ മൺറോയുടെ നേതൃത്വത്തിൽ നിർമ്മാണം ആരംഭിച്ച ഈ പാതയ്ക്ക് വ്യക്തമായ നിയമസാധുതയുണ്ട്. 1919 ഗസറ്റ് വിജ്ഞാപന പ്രകാരം റോഡ് നിർമ്മാണത്തിനായി വനംവകുപ്പ് ഭൂമി വിട്ടു നൽകിയതാണ്. 2009 കേരള സർക്കാർ ഇതിനെ മേജർ ഡിസ്ട്രിക്ട് റോഡായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. PWD ഉടമസ്ഥതയിലുള്ള ഈ റോഡ് തങ്ങളുടേതാണെന്ന് വനംവകുപ്പ് വാദിക്കുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടന്ന റവന്യൂ പരിശോധനയിൽ പോലും ഈ പാത പൊതുമരാമത്ത് വകുപ്പിന്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടും അധികൃതർ കാണിക്കുന്ന മൗനം ദുരൂഹമാണ്. നിലവിൽ കോതമംഗലത്ത് നിന്ന് നേരിമംഗലം വഴി മൂന്നാറിലെത്താൻ 80 കിലോമീറ്റർ സഞ്ചരിക്കണം. എന്നാൽ രാജപാത തുറന്നാൽ ഇത് വെറും 60 കിലോമീറ്ററായി ചുരുങ്ങും. 20 കിലോമീറ്റർ ദൂരവും ഏകദേശം 2 മണിക്കൂർ സമയവും ലാഭിക്കുവാൻ കഴിയുന്ന ഒരു പാതയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം അടഞ്ഞുകിടക്കുന്നത്. മാങ്കുളത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള 10,000-ഓളം വരുന്ന ജനങ്ങൾക്കും ആദിവാസി കുടിലുകളിലെ 3,000-ഓളം മനുഷ്യർക്കും ഈ പാത ജീവനാഡിയാണ്. കൃത്യസമയത്ത് ആശുപത്രിയിലെത്താൻ കഴിയാതെ വഴിയോരങ്ങളിൽ പ്രസവിക്കേണ്ടി വരുന്ന ആദിവാസി സഹോദരികളുടെ ദുരവസ്ഥ സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. ഉടനെ തന്നെ നമ്മുടെ പ്രതിഷേധ റാലി ആരംഭിക്കുകയാണ്. നമ്മുടെ മാങ്കുളത്ത് നിന്ന് വന്നിരിക്കുന്ന സഹോദരങ്ങള് അവര് വലിയപാല കഴിഞ്ഞെന്നാണ് അറിയിച്ചത്. അതുകൊണ്ട് അവര് കൂടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പ്രതിഷേധ റാലി ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഒട്ടേറെ ആദിവാസി സുഹൃത്തുക്കള് നമ്മളോട് കൂടെ ആയിരിക്കുവാൻ ആദിവാസി ഉന്നതികളിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും നമുക്ക് നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രതിഷേധ റാലി കടന്നു പോകുന്നത് ഇപ്രകാരമായിരിക്കും. ഏറ്റവും മുൻപിലായി ബാനറിന്റെ മുന്നിലായി നമ്മൾ അണിനിരന്നുകൊണ്ട് കടന്നു പോകുന്നു. വീണ്ടും പറയട്ടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഏതെങ്കിലും ജനപ്രതിനിധികൾക്കോ ഏതെങ്കിലും ഭരണകർത്താക്കൾക്കോ എതിരായിട്ടുള്ള ഒരു പ്രതിഷേധ റാലി അല്ല ഇത്. മറിച്ച് PWD ഡിപ്പാർട്ട്മെന്റ് അവരുടെ സ്വത്ത് കൈവശപ്പെടുത്തണം, അല്ലെങ്കിൽ അവരുടെ സ്വത്തിൽ നിന്ന് വനം വകുപ്പിനെ ഇറക്കി വിടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർബന്ധമാണ് നമുക്കിവിടെ ഉന്നയിക്കാനുള്ളത്, നമുക്കിവിടെ ആവശ്യപ്പെടാനായിട്ടുള്ളത്. രാജപാത ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികള് നടത്തിയിരിക്കുന്ന നിയമ പോരാട്ടങ്ങളുടെ പശ്ചാത്തലത്തില് ഇത് റോഡ് പൂർണ്ണമായും PWDയുടേതാണെന്നും വനം വകുപ്പിന് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഈ റോഡിലില്ല എന്നുള്ളതിന്റെ അനേക രേഖകൾ നമ്മുടെ കയ്യിൽ കിട്ടുകയും അതെല്ലാം നമ്മൾ ബഹുമാനപ്പെട്ട കോടതികളുടെ മുമ്പാകെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും PWD ഡിപ്പാർട്ട്മെന്റുകാർക്കും ഒക്കെ തീർച്ചയായിട്ടും കൊടുക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും PWD ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് വേണ്ട രീതിയിൽ ചെയ്യാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ അവസരത്തിൽ ആക്ഷൻ കൗൺസിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, വനം വകുപ്പ് ഭരിക്കുന്ന IFS പാർട്ടികളുടെ കയ്യിലാണോ PWD വകുപ്പ് എന്നുള്ള ഒരു ആരോപണം ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ ഉന്നയിക്കുകയാണ്. അതായത് വനം വകുപ്പും PWD ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ഡീലുകളില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാ രേഖകളും അനുകൂലമായിട്ടും വനം വകുപ്പിനോട് PWD രേഖയാണ്, PWD റോഡാണ്, ഇവിടെ നിന്ന് മാറിത്തരണമെന്ന് ചോദിക്കാനുള്ള ഒരു ആർജവത്വം നമ്മുടെ ജനപ്രതിനിധികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ PWD ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാകാതിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ ഡീലുകള് PWDയും വനം വകുപ്പും തമ്മിലുണ്ടോ? അതോ കേരളവും കേന്ദ്രവും ഭരിക്കുന്ന സർക്കാരുകള് വനം വകുപ്പും മാഫിയയെ പേടിച്ചുകൊണ്ടാണോ ഈ നാട്ടിലെ ഭരണം നടത്തുന്നത് എന്ന് ഉത്തരവാദിത്വത്തോടുകൂടി ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വനം വകുപ്പിനോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. കാരണം വനം വകുപ്പ് എവിടെയെല്ലാം വനം വകുപ്പുണ്ടോ അവിടെയെല്ലാം ജനദ്രോഹ നടപടികൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. എവിടെയൊക്കെ ജനങ്ങളുടെ മേല് കയ്യേറ്റം നടത്താനായിട്ട് കഴിയുന്നുണ്ടോ, എവിടെയെല്ലാം ജനങ്ങളെ ഉപദ്രവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ ആ ഇടങ്ങളിൽ മാത്രം ആ രീതിയിൽ മാത്രമാണ് വനം വകുപ്പ് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനിയും വനം വകുപ്പിൽ നിന്ന് യാതൊരു തരത്തിലുള്ള നീതിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. തന്നെയല്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന സർവവൃത്തികേടിനും ഓശാന പാടുന്ന യാതൊരു വിലയും അന്തസ്സും നട്ടലില്ലാത്ത ഒരു വനം മന്ത്രി നമുക്കുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് എന്നുള്ളത് കൂടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ്, വന്യമൃഗങ്ങളല്ല എന്നുള്ളത്. ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയെ
മൃഗങ്ങളുടെ മന്ത്രിയെ ഓർമ്മിപ്പിക്കാനായിട്ട് ഈ സമരം ഒന്ന് ഉപയോഗിക്കുകയാണ്. കാരണം ഈ നാട്ടിലെ ജനപ്രതിനിധികള് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പെരുമാറുക, ജനങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കോതമംഗലം MLA-ക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒരു മറുപടി പറഞ്ഞു. അതായത് കോടതിയുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ ബാക്കി നടപടികളിലേക്ക് മുമ്പോട്ട് പോകാമെന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ആർക്കുമെതിരല്ല. ബഹുമാനപ്പെട്ട ആന്റണി ജോൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ റോഡിന് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ ഏറെ ആദരവോടെ കാണുന്നു. ആന്റണി ജോണിനെയും അഡ്വക്കേറ്റ് രാജയെയും എൽദോസ് കുന്നപ്പള്ളിയെയും മാത്യു നാടനെയും ഡീൻ കുര്യാക്കോസിനെയും ഒക്കെ ഏറെ ആദരവോടുകൂടെ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് കോടതി പറഞ്ഞു, സർക്കാരിനോട് പറഞ്ഞു, ഒരു കമ്മീഷൻ വെച്ചിട്ട് ആ കമ്മീഷന്റെ റിപ്പോർട്ട് കോടതിയിൽ പറഞ്ഞു സർക്കാരിന് റോഡ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് പറഞ്ഞു. സർക്കാർ പറയുകയാണ്, കോടതി പറയുക എന്നുള്ളതാണ്. കോടതി നടപടികൾ എന്താണെന്ന് അറിയത്തില്ലാത്ത പൊട്ടന്മാരാണ് ഈ നാട്ടിലെ കോതമംഗലംകാരെന്ന്, ഈ നാട്ടിലെ മാങ്കുളംകാരെന്ന് ഒരു കാരണവശാലും അധികാരികൾ ചിന്തിക്കരുത്. കാരണം സർക്കാർ ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ, സർക്കാർ അനുകൂലമായ നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ കോടതിക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടാകാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ സർക്കാർ വളരെ വ്യക്തമായിട്ട് പറയണം, ഇത് പീഡബ്ല്യുഡിയുടെ റോഡാണ് ഇതെന്നും വനം വകുപ്പിന് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഇവിടെ ഇല്ല എന്നും ആർജവത്തോടെ പറയാനുള്ള ഒരു തന്റെ ഇടം നമ്മുടെ PWD ഡിപ്പാർട്ട്മെന്റും സർക്കാരും കാണിക്കണം. അത് സർക്കാർ കാണിക്കുന്നില്ലെങ്കിൽ അടുത്ത തവണ അടുത്ത സ്റ്റെപ്പില് ആക്ഷൻ കൗൺസിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ രേഖകളെല്ലാം ഓരോ കുടുംബങ്ങളിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് വനം വകുപ്പിന്റെ റോഡല്ല എന്നും PWDയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ റോഡാണ് എന്നും കാണിക്കുന്ന രേഖകൾ ഒരു മാസത്തിനകം നിങ്ങളുടെ എല്ലാ വീടുകളിലേക്കും എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു തരത്തിലും യാതൊരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാതെ ആക്ഷൻ കൗൺസിൽ മുമ്പോട്ട് പോവുകയാണ്. കൂടെ ബഹുമാനപ്പെട്ട പഞ്ചായത്തുകളും കൂടെയുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്നുള്ളത് കൂടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ മണ്ണിനോടും മലമ്പനിയോടും മലമ്പാമ്പിനോടും വന്യമൃഗങ്ങളോടും ഒക്കെ പോരടിച്ച് ജീവിക്കുന്ന മലയോര ജനതയ്ക്കൊപ്പം തീർച്ചയായും ആക്ഷൻ കൗൺസിൽ ഉണ്ടാകും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ള ഉറക്ക പ്രഖ്യാപനത്തോടുകൂടെ നമ്മുടെ പ്രതിഷേധ റാലി ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. മാങ്കുളത്ത് നിന്നുള്ള ആളുകൾ എത്തിച്ചേർന്നുവെന്നാണ് വിചാരിക്കുക. നമ്മൾ ഉടനെ തന്നെ പ്രതിഷേധ റാലിയായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നു. ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ബാനറിന് ചുവട്ടിൽ പിന്നിലായിട്ട് നിരയായിട്ട് നമ്മൾ മുൻപോട്ട് പോകുന്നു. എല്ലാവരും വലിയ താല്പര്യത്തോടുകൂടെ ഇതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പ്രതിഷേധ റാലിക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ സംരക്ഷണം പറഞ്ഞ് മനുഷ്യന്റെ അടിസ്ഥാനപരമായ യാത്രാവകാശം നിഷേധിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. വികസനവും പരിസ്ഥിതിയും കൈകോർത്തു പോകേണ്ടതിനു പകരം വികസനത്തെ പൂർണ്ണമായും തടയുന്ന നിലപാടാണ് വനംവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ വരുന്ന ഏകദേശം 26 കിലോമീറ്റർ ഭാഗം ഗതാഗത യോഗ്യമാക്കുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ ഉണർവ് നൽകും. ഇടുക്കി, എറണാകുളം ജില്ലകളുടെ അതിർത്തി മേഖലകളിൽ സാമ്പത്തിക വിപ്ലവം സൃഷ്ടിക്കാൻ ഈ പാതയ്ക്ക് കഴിയും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനം കുറ്റകരമാണ്. പൊതുമരാമത്ത് വകുപ്പും വനം വകുപ്പും തമ്മിൽ എന്തെങ്കിലും രഹസ്യ ധാരണകളുണ്ടോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. മന്ത്രിസഭയുടെ ഒരു ചെറിയ തീരുമാനത്തിലൂടെയോ പൊതുമരാമത്ത് സെക്രട്ടറി വനം വകുപ്പിന് നൽകുന്ന ഒരു കത്തിലൂടെയോ പരിഹരിക്കാവുന്ന പ്രശ്നമാണിത്. എന്നിട്ടും ഫയലുകൾ ചുവപ്പ് നടയിൽ കുടുങ്ങിക്കിടക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യര് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാലാകാലങ്ങളിലായിട്ട് ഈ പ്രദേശത്ത് വസിക്കുന്ന ആദിവാസികളും പട്ടികജാതി പട്ടികവർഗക്കാരും സാധാരണ ജനങ്ങളും ഈ റോഡ് അവരുടെ ജീവിതത്തിന് അത്യാവശ്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പലപ്പോഴായിട്ട് ഭരണാധികാരികളെ സമീപിച്ചെങ്കിലും അവര് ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റേ ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വഴി തുറന്നു തരാതിരിക്കുവാനായിട്ട് പലവിധ ന്യായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. മാങ്കുളത്തെ സംബന്ധിച്ചിടത്തോളം 10,000-ഓളം ആളുകൾ വസിക്കുന്നതില് 12 ആദിവാസി കുടികള്, അവിടെ നിന്നുള്ള ഏതാണ്ട് 3,000-ഓളം ആളുകള് അവർക്കൊരു ആശുപത്രിയിൽ പോകണമെങ്കിൽ, അവർക്കൊരു മെഡിക്കൽ ചെക്കപ്പിന് പോകണമെങ്കിൽ വളരെയേറെ ദൂരം യാത്ര ചെയ്ത് സഞ്ചരിക്കുവാനായിട്ട് കഴിയുള്ളൂ. വന്യമൃഗത്തിന്റെ പേരില് മനുഷ്യരുടെ അവകാശങ്ങള് നിഷ്കരണം തട്ടിതെറിപ്പിക്കുന്ന ഇതിനു വേണ്ടിയിട്ട് ഞങ്ങള് സമരം ചെയ്യും. ഈ റോഡ് ഞങ്ങൾക്ക് തുറന്നു തന്നേ പറ്റൂ. അതാരാണെങ്കിലും ഞങ്ങളത് കാലക്രമത്തിൽ മേടിച്ചെടുത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കോതമംഗലം PWD ഓഫീസിന് മുന്നിൽ നടന്ന ജനകീയ ധർണ ഒരു താക്കീതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനകീയ ആക്ഷൻ കൗൺസിലും കൈകോർക്കുമ്പോൾ അത് വെറുമൊരു സമരമല്ല, മറിച്ച് അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. രാജപാത വെറുമൊരു റോഡല്ല, അത് ഹൈറേഞ്ചിലെ സാധാരണക്കാരുടെ സ്വപ്നമാണ്. വനംവകുപ്പ് പിടിച്ചുവച്ചിരിക്കുന്ന ഈ പാത
ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുവാൻ സർക്കാർ എത്രയും വേഗം തയ്യാറാകണം. അല്ലാത്തപക്ഷം ഈ ജനകീയ പ്രക്ഷോഭം സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് നീങ്ങുന്ന കാലം വിദൂരമല്ല.